Hey everyone. അപ്പോൾ നമുക്ക് അയണിങ് തുടങ്ങാം. അയണിങ്ങിന് വന്നിട്ട് നമ്മൾ ആദ്യത്തെ മുന്താണിയുടെ പ്ലീറ്റ്സ് ആണ് എടുക്കുന്നത്. അത് ആദ്യം ഞാനൊന്ന് നമ്മുടെ തുമ്പ് ഭാഗം മുതലാണ് തേക്കാൻ തുടങ്ങുന്നത്. തുമ്പ് ഭാഗം എടുത്തു വെച്ചിട്ട് നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ട് അവിടെ തേച്ച് തുടങ്ങുക. കണ്ടില്ലേ നിങ്ങൾ, ആ ഒരു തുമ്പ് ഭാഗം നന്നായിട്ട് പ്രസ് ചെയ്യുക. നമുക്ക് പ്ലീറ്റ്സ് വരുന്ന ആ സൈഡ് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് അടുപ്പിച്ച് വെച്ച് കറക്റ്റ് ഷേപ്പിൽ വെച്ചിട്ട് തേച്ച് കൊടുക്കുക. ഉൾഭാഗം അടിയിലേക്കുള്ള ഭാഗം മേലേക്ക് എടുത്തിട്ട് എഗെയിൻ ആ പ്ലീറ്റ്സ് വരുന്ന സൈഡ്, തുമ്പത്തേക്കുള്ള ഭാഗമല്ല ഉള്ളിലേക്ക് പോകില്ലേ പ്ലീറ്റ്സ്, അവിടെയും തേച്ച് കൊടുക്കുക. രണ്ട് ഭാഗം ഒന്ന് നന്നായിട്ട് പ്രസ്സായി നിൽക്കാനാണ് കേട്ടോ. ഈ ഒരു തുണിയുടെ ഒരു ഓർഗൻസ മെറ്റീരിയലിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ എത്രത്തോളം അതിനെ പ്രസ് ചെയ്യുന്നു അത്രത്തോളം അത് പൊങ്ങി വരും. പിന്നെ നമ്മൾ മുന്താണി നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്ക്, ആ ബസ്റ്റിന്റെ ഭാഗത്തേക്ക് വരുന്ന ഭാഗം ഒന്ന് നമ്മൾ സ്പ്രെഡ് ചെയ്ത് വെക്കുക. പ്ലീറ്റ്സ് നമുക്ക് അങ്ങനെയാണല്ലോ നമ്മുടെ സാരി ഉടുക്കുമ്പോൾ വരുന്നത്. ആ പ്ലീറ്റ്സ് സ്പ്രെഡ് ചെയ്തിട്ടല്ലേ, ആ സ്പ്രെഡ് ചെയ്തിട്ടുള്ളത് ഒന്ന് അങ്ങനെ തന്നെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കും. പിന്നെ താഴോട്ട് പോകുന്തോറും കുറച്ചുകൂടെ നന്നായി സ്പ്രെഡ് ചെയ്ത് പോവാം. മറ്റേ പ്ലീറ്റ്സ് വരയ്ക്ക് പോകണ്ട കേട്ടോ, കുറച്ചൊരു ഗ്യാപ്പ് അവിടെ കൊടുക്കുക. നമ്മുടെ ആ ഒരു ഫ്രണ്ടിൽ വരുന്ന ഒരു ഹിപ്പിന്റെ അവിടെ വരെ പ്ലീറ്റ്സ് വരില്ല, അവിടെ വരെ ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കുക. അവിടെ നിന്ന് അങ്ങോട്ട് അതൊരു ഒരു കൈ അകലം അല്ലെങ്കിൽ 1-2 കൈ അകലം ഒക്കെ വരുന്നുണ്ടോ. പിന്നെ ഞാൻ നമ്മുടെ സാരിയുടെ മുൻഭാഗത്തുള്ള പ്ലീറ്റ്സ് ആണ് അയൺ ചെയ്യുന്നത്. അത് അയൺ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു പ്ലീറ്റ്സിന്റെ ഭാഗം മാത്രം എടുത്തിട്ട് ഇങ്ങനെ വെക്കുക ആദ്യം. ഇതിപ്പോ ഞാൻ ഉൾഭാഗമാണ് തേക്കുന്നത് കാണിക്കുന്നത്. മറ്റേതെന്ന് വെച്ചാൽ സാരിയുടെ തലയുടെ ഭാഗം താഴേക്ക് ഇട്ടിട്ട് നമ്മൾ ബാക്കി വരുന്ന ഭാഗം മേൽഭാഗത്തേക്ക് വെക്കുക. എന്നിട്ട് ആ പ്ലീറ്റ്സുമിന്റെ മുൻഭാഗം നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഭാഗം നമ്മൾ അരയിൽ കുത്തുന്ന ഭാഗം താഴേക്ക് പിന്നെ എടുത്തിട്ട് ഇതിന്റെ ഉൾവശത്തുള്ള പ്ലീറ്റ്സ് ഒന്ന് തേച്ച് കൊടുക്കും. ഉൾവശത്തേക്ക് വരുന്ന ഭാഗം നമ്മൾ നമ്മുടെ മുന്താണിയുടെ ഭാഗം തേച്ച പോലെ തന്നെ രണ്ട് സൈഡും തേച്ചാൽ മാത്രമേ നന്നായിട്ട് ഒതുങ്ങി നിൽക്കുള്ളൂ. ഇത് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചില സാരിക്ക് ഇതിന്റെ ഉൾവശം മാത്രം നിങ്ങൾ തേച്ചാൽ മതിയാവും, അങ്ങനെ അല്ലാതെ തേക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് ആ ഒരു ലൈൻസ് ഫോം ആവും. ഇതിൽ ലൈൻസ് ഫോം ആയില്ല എന്നുണ്ടെങ്കിലാണ് ഭയങ്കര ബുദ്ധിമുട്ട്. നിങ്ങൾക്കറിയാലോ, ചില സാരിയുടെ ക്ലോത്ത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, അത് അയണിങ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ചിലത് നന്നായിട്ട് അയണിങ് ചെയ്യേണ്ടി വരും. ഇപ്പൊ പട്ടുസാരിയൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു ഉൾഭാഗം മാത്രം അയൺ ചെയ്താൽ മതി. നമുക്ക് സാരി ഇത് എങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ പ്ലീറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ വലത് കൈ വെച്ചിട്ടാണ് ടക്കിൻ ചെയ്ത് കൊടുക്കുന്നത്. റൊട്ടേഷൻ എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ സംഭവം കയ്യിൽ കിട്ടും. ഓക്കെ, ആൻഡ് അപ്പൊ ഇത് കയ്യിൽ കിട്ടിയില്ലേ, ഇതും നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ടാവും. ഇപ്പൊ പ്ലീറ്റ്സ് എടുത്ത് വെച്ച് നമ്മുടെ പിറ്റേ ദിവസമാണ് കല്യാണം എന്നുണ്ടെങ്കിൽ നമുക്ക് ടക്കേന്ന് പരിപാടി വെക്കാം. ഒരു പ്ലീറ്റ്സ് ഒറ്റ കറക്കും കൂടെ ഇത് പൊന്തിച്ച് പിടിക്കുക, ഇതൊരു കറക്കും കൂടെ കറക്കിയിട്ട് ഇവിടേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു കാലിന്റെ നിലത്ത് കുത്തുവെന്ന് ചോദിച്ചാൽ ഇല്ലാതാനും ലെങ്ത് വേണം കുറച്ചെങ്കിലും. എന്നിട്ട് ഇനിയാണ് സാരിയുടെ ഭംഗി കിടക്കുന്നത്. ഇപ്പൊ നമ്മൾ അയൺ ചെയ്ത് വെച്ചുകൊണ്ട് ഇത്രയും ഭംഗി ഇതിനുണ്ട്. ഇതെങ്ങനെ പിന്ന് കൊടുക്കുന്ന ഏരിയാസ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഇനി വന്നിട്ട് ഇവിടെ പിന്നുകുത്തിയതല്ലേ, ഇത് ഇങ്ങനെ ഇങ്ങോട്ട് വലിച്ചു പിടിക്കുക നിങ്ങളുടെ വലത് തൊടയുടെ ഈ ഭാഗത്തേക്ക്. ഇവിടെ ഒരു പിന്ന് കുത്തി കൊടുക്കുക, അതവിടെ സെക്യൂർ ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇതെടുത്തിട്ട് അപ്പൊ ഇവിടെ ഒന്നുകൂടെ നന്നായിട്ട് കൈവിരൽ വെച്ചിട്ട് ചെയ്യുക. ഇത് നമുക്ക് നമ്മുടെ എത്ര ലെങ്ത് നമുക്ക് ആവശ്യമുണ്ടോ എന്നിട്ട് ഈ സാധനം ഇങ്ങനെ ഒന്ന് ഉള്ളോട്ടേക്ക് വലിച്ചിട്ടിട്ട് കുത്തി കൊടുക്കുക. കണ്ടോ, നിങ്ങളുടെ പൊക്കിളിന്റെ കറക്റ്റ് അങ്ങനെ വേണം കുത്താനായിട്ട്. അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ലേ. നന്നായിട്ട് ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കുക. ബാക്കിൽ പിന്നെ കുറച്ച് താഴേക്കായിട്ട്, കറക്റ്റ് ഇവിടെയല്ല, കുറച്ച് ബാക്കിലേക്കായിട്ട് വലിച്ചു കുത്തി കൊടുക്കുക. ആ ബ്ലൗസിന്റെ കണ്ടോ, നിങ്ങൾ ബ്ലൗസിന്റെ ആ ലൈനിന്റെ അവിടെ തന്നെ വരണേ. കുറെ അങ്ങോട്ടും ആയി പോകരുത്, കുറെ ഇങ്ങോട്ടും ആയി പോകരുത്. അത് ടെക്കിൻ ചെയ്യുന്ന സമയത്ത് താഴെ നല്ല ഇറക്കത്തിൽ വേണം ടെക്കിൻ ചെയ്യാനായിട്ട്. പിന്നെ ബാക്കിയുള്ള ക്ലോത്ത് അവിടെ ഇവിടെയും കുത്തിത്തിരിക്കി വെക്കാതെ നമ്മുടെ രണ്ട് ഹിപ്പിന്റെ സൈഡിലേക്ക് നന്നായിട്ട് വലിച്ച് രണ്ട് ഭാഗത്തേക്കും വലിച്ചു കുത്തി വെക്കുക. ഓക്കെ, അങ്ങനെ ഒരു തുറന്നു കിടക്കുന്നുണ്ട്, നമുക്ക് അതൊന്ന് റെഡിയാക്കി കൊണ്ടുവരണം. ഇനി ആണ് ഇവിടുത്തെ കാര്യങ്ങൾ കേട്ടോ. കറക്റ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് കണ്ടോ ഒന്ന് വലിച്ചു കൊടുക്കുക. ഇവിടെ ഒന്ന് വലിഞ്ഞു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഞൊറിയായി കിടക്കണം എന്നുണ്ടെങ്കിൽ ഈ ഞൊറികൾ പിടിച്ചിട്ട് ഇവിടെ തന്നെ ഓൾറെഡി ഫോം ചെയ്തിട്ടുണ്ടാവും ചെറുതായിട്ടുള്ള ഞൊറികൾ. ഇതിലല്ല, നല്ല ഉള്ളിലേക്കായിട്ട് നമുക്ക് ഇവിടെ ആ ഒരു ഞൊറികൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ വന്നിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കണം. സോ ഈ ഒരു രീതിയിലാക്കി വെച്ചിട്ട്
നമുക്ക് ഇത് കണ്ടോ, ഈ ഒരു പ്ലീറ്റ് മാത്രം ഒഴിവാക്കുക. അതിന്റെ ആ ഒരു തുമ്പത്ത് വെച്ചിട്ട് അതും പുറത്ത് കൊടുക്കരുത്, ഉള്ളിൽ കൂടെ നമ്മുടെ ബ്ലൗസിന്റെ ഉള്ളിലായിട്ട് കൊടുക്കുക. ഈ ഒരു ഭാഗം ഇത് ഇവിടുന്ന് ഇങ്ങനെ കയറിപ്പോയി നമ്മുടെ വയറ് കാണുക, അല്ലെങ്കിൽ നമ്മുടെ ബെല്ലി ബട്ടൺ ഒക്കെ കാണുന്ന ഒരു ഇതിലേക്ക് വരും അല്ലെ. ഇതും വന്നിട്ട് നിങ്ങൾക്ക് ഉള്ളിൽ കൂടെ കുത്തി കൊടുക്കാം, പുറത്തേക്ക് കാണില്ല. അപ്പൊ നമുക്ക് ഇത് പ്ലീറ്റ്സ് ഇല്ലേ, ആ പ്ലീറ്റ്സിന്റെ ഇതാ ഈ ഏരിയ ഇതിങ്ങനെ എടുത്ത് പിടിക്കുക. ഇവിടുന്ന് വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങോട്ട് പിടിക്കുക. എന്നിട്ട് ഇത് പ്ലീറ്റ്സും ഇതും കൂടെ കുട്ടിയിട്ട് കുത്തി കൊടുക്കുക. കണ്ടോ നിങ്ങള് പ്ലീറ്റ്സ് ഒക്കെ എത്ര നീറ്റായിട്ട് കിടക്കുന്നത്. എവിടെയും ഒന്നും പൊന്തി നിൽക്കാതെ ഇട്ടാ മതി. കണ്ടില്ലേ, ചൂടെ കാണാൻ പറ്റുന്നത് കണ്ടോ, ഇങ്ങനെ കിടക്കും. അപ്പം ഇത് എത്രത്തോളം നിങ്ങൾക്ക് വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല ഈ സാരിയുടെ ഒരു ഇത്. ഞാൻ ഇത് ഇല്ലാതെ നമ്മൾ ഉടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർഗൻസ മെറ്റീരിയൽ നിങ്ങൾക്ക് അറിയാം. നമുക്ക് സൈഡ് കാണുന്ന ആ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യാം, ഈ ഒരു പ്ലീറ്റ് എടുത്ത് ഇങ്ങനെയും കൂടെ വേണമെങ്കിൽ ഇവിടെ ഒന്ന് കുത്തി കൊടുക്കാം. ഇടൂല്ല, നമുക്ക് ഈ ഒരു ഏരിയ മാത്രമേ നമ്മളുടേത് വിസിബിൾ ആയിട്ടുണ്ടാവുള്ളൂ. കണ്ടില്ലേ, ഭയങ്കര എക്സ്പേർട്ട് ആയിട്ട് സാരി കൊടുക്കുന്ന ആളുകൾ പറയും എനിക്ക് 2 പിന്ന് മതി സാരി കൊടുക്കാൻ കേട്ടോ. ഇതിലിപ്പോൾ ഒരുപാട് പിന്നുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. സാരി പിന്നിന്റെ എണ്ണം കുറയുന്നതിലല്ലല്ലോ അതിന്റെ പെർഫെക്ഷൻ ഇരിക്കുന്നത്. നമുക്ക് ഇത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് എങ്ങനെയാണോ ഞാൻ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്താൽ അവിടെ കാണുന്നോ ഇവിടെ കാണുന്നോ എന്നുള്ളൊരു ടെൻഷൻ ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് ഇത് ഉടുക്കാറെന്നുള്ളതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. പൊതുവേ നമ്മൾ തുടക്കക്കാർക്കുള്ളൊരു പ്രശ്നമാണ് സാരി ഉടുക്കുമ്പോൾ അങ്ങോട്ട് ഇറങ്ങി പോവോ, ഇങ്ങോട്ട് കാണുന്നോ, ഇവിടെ താഴ്ന്നു പോകുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു ഭയങ്കര ഡിസ്കംഫോർട്ടാണ് ഉണ്ടാവുന്നത്. എനിക്കും ഉണ്ടായിട്ടുള്ളൊരു കാര്യങ്ങളാണ്. അപ്പൊ അതിന് ഞാൻ ഓരോ തവണ ഉടുക്കുമ്പോഴും ഇത് ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇനിയും ചിലപ്പോൾ ഞാൻ പിന്നുകൾ യൂസ് ചെയ്യാറുണ്ട്, എക്സ്ട്രാ പിന്നുകൾ വന്നിട്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും നിങ്ങൾ ആഡ് ഓൺ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.